മലപ്പുറത്ത് എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് അരുൺ അമൃതനാഥ് അവിടെയുണ്ട്. അരുൺ, മലപ്പുറത്ത് എവിടെയാണ് അരുൺ ഇപ്പോൾ ഉള്ളത്? അവിടെ ഓണം എവിടം വരെ എത്തിയിട്ടുണ്ട്? കളറാണോ? പക്ഷേ ഞാൻ മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റിലാണ് ഇപ്പോഴുള്ളത്. നേരത്തെ ഈ മലപ്പുറത്തെ തിരക്ക് ഓണം സംബന്ധിച്ച് റോട്ടിലാണ് കുറച്ചുകൂടെ തിരക്ക് കാണുന്നത്. നോക്കുക, പാച്ചിലാണ് ആളുകൾ എന്നൊക്കെ തിരക്ക്. വലിയൊരു ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. രാവിലെയൊക്കെ കടകളിൽ തിരക്കുണ്ട്. ഇപ്പോൾ ഒന്ന് ശമിച്ചിട്ടുണ്ട്. എന്നാലും എങ്ങനെയായിരുന്നു ഇവിടുത്തെ കച്ചവടം എന്നൊക്കെ ഒന്ന് നമുക്ക് അറിയുകയാണെങ്കിൽ ഇപ്പോൾ ആളുകളെയൊന്നും അങ്ങനെ കാണുന്നില്ല, കുറവാണല്ലോ. എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഓണം കച്ചവടം? മാർക്കറ്റ് എങ്ങനെ ഉണ്ട്? കച്ചവടം കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഈ ഉച്ച സമയമാണല്ലോ, എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. അപ്പം അതുകൊണ്ടൊരു കുറവ്. പിന്നെ പൊതുവെ ഈ വർഷം വല്ലാതെ വിലക്കയറ്റങ്ങളൊന്നുമില്ല. കാരണം സർക്കാർ നല്ല നിലയിൽ വിപണിയിലൊക്കെ ഇടപെട്ടതുകൊണ്ട്. കാരണം മാവേലി സ്റ്റോറുകൾ വഴി പിന്നെ ഈ സപ്ലൈകോന്റെ തന്നെ പച്ചക്കറിയൊക്കെ ഇതായതുകൊണ്ട് തന്നെ വലിയൊരു വില വർധനവ് ഇല്ലാത്തൊരു ഓണാണ് സംസാരിക്കുന്നത്. വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഓണം ആഘോഷിക്കാൻ. സഖാവാണോ, സർക്കാർ അറിവാണോ, സഖാവാണോ എന്ന് നോക്കുന്നത്? സഖാവ് എന്നായിട്ടല്ല, കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞത്. അതാണ്, അത് നമ്മളൊരു പൊതുബോധം പറഞ്ഞാണ് അക്ഷയ. അല്ലല്ല, അവിടുത്തെ ആങ്കർ ചോദിച്ചു അങ്ങനെയാണോ? ഒരു ആങ്കർ വല്ല സഖാവാണ്. വില വർധനവ് ഉണ്ടായിട്ടില്ല. അതായത് വില വർധനവ് വലിയൊരു, കാരണം ഓണത്തിനായിട്ട് ഒരു പ്രത്യേകിച്ച് വില വർധനവില്ല. കാരണം സർക്കാർ വിപണിയിൽ ഇടപെട്ടിട്ടുണ്ട്. പലയിടത്തും പച്ചക്കറിയൊക്കെ സർക്കാരിന്റെ ഇതിൽ സപ്ലൈകോന്റെ ഇതിലുണ്ട്. അതുകൊണ്ട് വില നിലവാരം പിടിച്ചെടുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ജനം ഓണം ആഘോഷിക്കുന്നുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഓണം അങ്ങനെ തന്നെ കളറാവട്ടെ അല്ലെ? എന്തൊക്കെയാ ഇപ്പൊ ഡിമാൻഡുള്ള ഐറ്റം ഏതൊക്കെയാ? ഡിമാൻഡ് പിന്നെ ഓണത്തിന് പ്രത്യേകിച്ച് പയറാണ് വില കുറച്ചൊരു കൂടുതൽ എന്ന് പറയാനുള്ളത്. ഓഫ് സീസൺ ഐറ്റം ഏതെങ്കിലും ഉണ്ടോ? ക്യാരറ്റ് ഒക്കെ സീസൺ ആണോ? അപ്പൊ ക്യാരറ്റ് സീസൺ അല്ല. അതിന്റെ ഒരു വാട്ടം കാണാണ്ട് ഇതിലൊക്കെ. എന്നാലും മൂപ്പര് ഉഷാറ് തടിയാൻ ക്യാരറ്റ് അല്ലേ? അരുൺ, എന്തുകൊണ്ട് ഈ പച്ചക്കറി കടയിൽ പോയത്? സാധാരണ എല്ലാവരും ഓണാകുമ്പോൾ ഒന്നെങ്കിൽ പൂക്കളുള്ളിടത്തായിരിക്കും പോവുക, അല്ലെങ്കിൽ വസ്ത്രങ്ങളുള്ളിടത്തായിരിക്കും പോവുക. അരുൺ പച്ചക്കറി കട കേന്ദ്രീകരിച്ചത് കണ്ണൻചേട്ട സപ്ലൈക്കോടെ സ്റ്റോൾ ചെയ്യുന്ന തന്നത്. എന്തുകൊണ്ടാണ് ഇവര് ഭക്ഷണ സാധനങ്ങളുള്ള സ്ഥലത്തേക്ക് പോകുന്നതെന്നാണ് എനിക്ക് അറിയണ്ടേ. അത് അക്ഷയൊക്കെ നാളെ ഇപ്പൊ സദ്യയുടെ രാവിലെ തൊട്ടേ എല്ലാവരും സദ്യയുടെ കാര്യം പറയുള്ളൂ. ഞാൻ ഇന്ന് തൊട്ടേ അതിനെപ്പറ്റി ചിന്തിച്ചു. നാളെ ചിന്തിച്ചാൽ പോരല്ലോ സദ്യയുടെ കാര്യമോ. ഇന്ന് തൊട്ടേ സദ്യ കളറാവണം. പച്ചടി കിച്ചടി എല്ലാം എത്തണ്ടേ, അതിനുള്ള ഓട്ടത്തിലാണ്. ചേച്ചി സാറിനൊക്കെ വാങ്ങിയോ? എന്തൊക്കെ വാങ്ങി? ഫുള്ള് കിറ്റ് പച്ചക്കറി റെഡിയാണല്ലോ. നാളെ സദ്യ എങ്ങനെയാ? സദ്യ സാധാരണ സദ്യ പോലെ. അല്ല, പായസം ഉണ്ടാവൂലേ? എന്താ പായസം, എന്താ പ്ലാന്? അടാ സൂപ്പർ സാധനം. എനിക്ക് പാലടയാണ് ഇഷ്ടം. പക്ഷേ പാലടയും മറ്റേ ഇപ്പോഴത്തെ വെറൈറ്റികളൊക്കെ കണ്ടിട്ടുണ്ടോ? പാലടയും ഐസ്ക്രീമൊക്കെ കൂട്ടി കഴിക്കുന്നൊക്കെ റീലിലൊക്കെ. പക്ഷെ നമുക്ക് നമ്മളെ പായസമായിട്ട് തന്നെ കുടിക്കുന്നല്ലോ അതിൻ്റെ ഭംഗിയില്ലേ? വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? അമ്മ 8 ആൾക്കാർ. ഗ്രാൻഡാക്കി ഓട്ടോണം. ഓണാശംസ. എല്ലാരും ചോദിക്കും ഇപ്പഴേ എന്തിനാ സദ്യന്റെ കാര്യം പറയാം. ഇപ്പഴേ ആലോചിച്ചാലേ നടക്കുള്ളൂ അല്ലേ? പക്ഷെ അതാണ്, ഇപ്പഴേ ആലോചിച്ചാലേ നാളത്തേക്ക് സദ്യ സെറ്റ് ആവുള്ളൂ. നാളെ അരുൺ കോഴിക്കോട്ട് പോയിട്ട് ഓണം ആഘോഷിക്കാനുള്ള വകുപ്പുണ്ടോ? ലീവ് തന്നിട്ട് കാര്യമായിട്ട് ആ ചേച്ചിയുടെ അടുത്ത് എനിക്ക് പായസമാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നതോട് ചോദിച്ചാൽ നമുക്കറിയില്ല. ചേച്ചിന്റെ വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശമുണ്ടോ? അതിനാണോ ഇപ്പൊ ഇറങ്ങിയിട്ട് ആരെങ്കിലും ഒരാളെ കണ്ടുപിടിക്കാനാണോ? പറ. കഴിഞ്ഞ തവണയൊക്കെ മലപ്പുറത്ത് തന്നെയായിരുന്നു ഓണം. വെറൈറ്റി ഓണമായിരുന്നു അന്ന്. കഴിഞ്ഞ തവണത്തെ ഞാൻ ഓർക്കുന്നുണ്ട്, ബാബു നമ്പൂരിയും നൗഷാദ് കേടയും കൂടെ ഒരുമിച്ചുള്ള ഒരു ഓണത്തിലായിരുന്നു ഞാൻ പങ്കെടുത്തത്. അതൊരു വെറൈറ്റി ഓണം തന്നെയായിരുന്നു. അങ്ങനെ ആരെങ്കിലും വീട്ടിൽ പോകണം, എന്തായാലും എൻ്റെ സ്വന്തം വീട്ടിൽ പോകാൻ പറ്റുമോ എന്നുള്ള ചാൻസും നോക്കണം. പറയണോ അതിനെ പറ്റിയിട്ട്? എന്തായാലും ഓണൊക്കെ അല്ലേ. അപ്പോൾ വിജയേട്ട തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സാഹചര്യം നോക്കിയിട്ട് എന്തായാലും തരാമെന്നാ പറഞ്ഞത്. വിജയേട്ടനെ നൈസായിട്ട് ഒരു ഹാപ്പി ഓണൊക്കെ പറഞ്ഞ് വൈകുന്നേരം വിളിക്കണം. നല്ല വാർത്തകൾ വരട്ടെ. അരുണിന്റെ ലീവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അങ്ങനെ ആവട്ടെ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എന്തായാലും കോഴിക്കോട്ടേക്ക് പോകാൻ എനിക്ക് ഒരു വഴിയില്ല. ഹരിച്ചേട്ടൻ ലീവ് തരില്ല. നാളെ മൊത്തം ഡ്യൂട്ടിയാണ് ഇവിടെ. നമുക്ക് അവിടെ ഞാൻ തലയുയർത്തി തന്നെ നിൽക്കും. ഇനി കൊല്ലത്തേക്ക് ഒന്നും കൂടി പോവാം. കണ്ണൻചേട്ടൻ അവിടെയുണ്ട്. കണ്ണൻചേട്ടൻ അതേ തെക്കും വടക്കും ഇങ്ങനെ ഓണവിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെക്ക് നിന്നുള്ള റിപ്പോർട്ടറും വടക്ക് നിന്നുള്ള റിപ്പോർട്ടറും അവിടുന്ന് ഇവിടുന്നുള്ള 2 ആങ്കർമാരും. കൊല്ലത്തെ കാര്യങ്ങൾ ഏറെക്കുറെ പറഞ്ഞു. പൂക്കടയിലെ കാര്യങ്ങൾ കണ്ടു. നമ്മുടെ സദ്യവട്ടങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കാര്യമായിട്ട് തന്നെ ഒരുക്കിക്കൊള്ളാൻ വേണ്ടിയിട്ട് പച്ചക്കറികളൊക്കെ ആവശ്യം പോലെ ഉണ്ട്. നമ്മുടെ കൊല്ലത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഈ ചിന്നക്കട മുതൽ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും വഴിയോര കച്ചവടക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ? അത് ഓണമായാലും അല്ലെങ്കിൽ ഉണ്ടല്ലോ പൂജ. കാര്യം ഞാൻ ആദ്യം അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ സമയമായപ്പോഴത്തേക്കാണ് ലൈവിന് വിളിച്ച് ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ലൈവിന് വേണ്ടി ഞാനിവിടെ പ്രതിവട്ട ഈ പൂക്കടയിലേക്ക് വന്നതാണ്. പക്ഷേ നമ്മുടെ കൊല്ലത്തിലൊരു കാര്യം പൂജ പറഞ്ഞതുപോലെ അക്ഷയ കൊല്ലത്തേക്ക് വരുന്ന സമയത്ത് ചിന്നക്കടയിൽ ആ ഒരു വാക്വേ ഉണ്ട്. അത് വാക്വേയേക്കാൾ ഉപരി നമ്മുടെ ചെറുകിട കച്ചവടക്കാർ, ചെറിയ വഴിയോര കച്ചവടക്കാരൊക്കെ തന്നെ അവരുടെ ഉപജീവനമാർഗ്ഗമായി ഉപയോഗിക്കുന്നവരാണ്. അവിടെയൊക്കെ തന്നെ നിറഞ്ഞിരിക്കുകയാണ് ആൾക്കാർ. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായാലും പൈസയുള്ള ആൾക്കാരായിട്ടായാലും വാക്വേയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണം,
സോപ്പ്, ചീപ്പ്, കണ്ണാടി അടക്കം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. അത് പിന്നെ നാടൻ പച്ചക്കറികളാണെങ്കിൽ അത് ഈ കർഷകർ വിളവെടുക്കുന്ന പച്ചക്കറികളൊക്കെ തന്നെ അവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ആൾക്കാരൊക്കെ തന്നെ ഇവിടെ എത്തി പച്ചക്കറികളും മറ്റു സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാത്തരം സാധനങ്ങൾ അവിടെ ലഭിക്കും. നേരത്തെ പൂജ പറഞ്ഞതുപോലെ ഒപ്പം തന്നെ ഈ വലിയ രീതിയിലുള്ള കൃഷിയൊക്കെ ഉള്ള പ്രദേശമാണ് പത്മനാഭപുരം. പൂജയുടെയൊക്കെ സ്ഥലങ്ങളിൽ വെച്ചാൽ വലിയ രീതിയിൽ കൃഷിയുള്ള പ്രദേശമാണ്. അവിടെയൊക്കെ തന്നെ നാടൻ പച്ചക്കറികളൊക്കെ തന്നെ ഉണ്ട്. അവയെല്ലാം തന്നെ വാങ്ങാൻ ആൾക്കാർ ഈ റോഡിലേക്ക് ഇറങ്ങും. ഇപ്പോൾ തന്നെ റോഡിൽ വലിയ രീതിയിൽ തിരക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യം, ഈ അരളിപ്പൂവിൻ്റെ കാര്യം നേരത്തെ ചോദിച്ചില്ല. 1 കിലോ അരളിപ്പൂവിന് ഇപ്പോൾ 300 രൂപയാണ് വില. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വില കുറവാണെങ്കിൽ പോലും ഈ ഒരു പാക്കറ്റ് 1 കിലോയാണ്. ഈ ഒരു പാക്കറ്റിന് 300 രൂപയാണ് വില. അരളിപ്പൂ വാങ്ങുന്ന ആൾക്കാർ ഏറെയുണ്ട്. കാര്യം പൂജാ സാധനങ്ങളിലൊക്കെ തന്നെയാണ് അരളിപ്പൂവിൻ്റെ വില ഒഴിവാക്കിയിട്ടുണ്ട്. മോനെ, അരളിപ്പൂ വാങ്ങാനുള്ള ആൾക്കാർ കൂടുതലുണ്ടോടാ? ഉണ്ട്, സാധനങ്ങൾ പൊതുവെ പോകുന്നുണ്ട്. ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും എടുക്കുന്നുണ്ട്. ഈ അരളിപ്പൂവിന് വിഷമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പേടിച്ചിരിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ. ഓണം അത്തപ്പൂവിനകത്ത് അരളിയില്ലാതെ പിന്നെ എന്താ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. എന്തൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഇപ്പം വാടാമല്ലി ഉണ്ട്, വൈദ്യമന്തി ഉണ്ട്, മഞ്ഞബന്തി ഉണ്ട്, റോസ് ഉണ്ട്, പിന്നെ കോഴിപ്പൂ ഉണ്ടാവും. അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട്. കോഴിപ്പൂ ഉണ്ട്. പൂജ നോക്ക്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അരളിപ്പൂവിന് പ്രശ്നമുണ്ടോ വിഷാംശം ഇല്ലേന്ന് ചോദിക്കുമ്പോ അവിടുന്ന് കുട്ടി പറയുന്നു അങ്ങനെയൊന്നും ഇല്ലേട്ടാ, വയറ്റത്തടിക്കില്ലേ എന്നുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഇനിയിപ്പോ അഥവാ വിഷാംശം ഉണ്ടെന്ന് കണ്ട ആരെങ്കിലും വാങ്ങാണ്ടിരുന്നാലോ? ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഒരാളുണ്ടല്ലോ ഈ തലയിൽ നിപ്പുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. ഇത് എന്നെ ബാധിക്കില്ല, നിന്നെ ബാധിക്കുള്ളൂ, നിനക്കേ അടിക്കത്തുള്ളൂ. വേറെ പ്രശ്നമുണ്ട്. നമുക്ക് ഈ സാധാരണ വിപണിയിലേക്ക് പോകുമ്പോൾ വയസ്സായിട്ടുള്ള ആളുകളല്ലേ കൂടുതൽ കച്ചവടക്കാര്? മൊത്തം ചെക്കന്മാരാണല്ലോ കൊല്ലത്ത്. ചെക്കന്മാര് വിപണിയിൽ തകർക്കാണ്. നമ്മുടെ ആ ഏരിയയിലോട്ട് ഇറങ്ങുമ്പോഴുള്ള ഒരു പ്രത്യേകത അത് തന്നെ. എല്ലാ തരത്തിലും ആൾക്കാരുണ്ട്. ഈ പയ്യന്മാരെ സെറ്റാണെങ്കിലും ഈ ഓണ സമയത്ത് പുനലൂരൊക്കെ, എന്റെ പത്തനാപുരമാണല്ലോ സ്ഥലം, ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഇത് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് പുനലൂരായിരുന്നു. ഞാനിപ്പോൾ കല്യാണം കഴിച്ചാണ് ഈ കൊല്ലം ടൗൺ ആ ഏരിയയിലേക്ക് വന്നത്. അവിടെ പോയാൽ ഈ വഴിയിലൊക്കെ പൂവിന്റെ കാര്യത്തിൽ മുല്ലപ്പൂവും കൊളുന്തുണ്ടാവും. ഒരു പച്ച കളറിൽ കൊളുന്തെന്ന് പറയുന്നത് റൈറ്റ് ഉണ്ട്. പുല്ല് പോലെ നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ നല്ല എന്താണെന്നുള്ളത് കണ്ണൻ ചേട്ടന് കാണിച്ചു തരാൻ പറ്റുമായിരിക്കും.